ഇതാണ് നമ്മുടെ പ്രിൻ്റർ. ഇതിൽ നമ്മൾ ഇങ്ക് ഹെഡ് ഫിറ്റ് ചെയ്ത് ഇങ്ക് ഒഴിക്കുന്നതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം ഇവിടെ പോലുള്ള ഒരു സൈഡിൽ സ്റ്റിക്കർ ഉണ്ടാവും. ഈ സ്റ്റിക്കറുകളൊക്കെ പറിച്ചെടുക്കണം. ഇവിടെ അതേപോലെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊരു റെഡ് കളർ സ്റ്റിക്കർ കാണാം, അതും പറിച്ചെടുക്കുക. അതിന് ശേഷം ഇതാണ് ഹെഡ് ഇടുന്ന സോക്കറ്റ്, കേരേജ് എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് ഒരു അടിയിലൊരു പ്രസ് ചെയ്യുന്ന ഭാഗമുണ്ട്, പ്രസ് ചെയ്തിട്ട് പൊന്തിക്കുക. പൊന്തിച്ച് കഴിഞ്ഞാൽ ഹെഡ് ഇങ്ങനെയുള്ളൊരു ബോക്സിലാണ് വരിക. ഈ ബോക്സിൽ നമുക്ക് ഹെഡ് ഉണ്ടാവും, അത് നല്ല വെൽ പാക്ക്ഡ് ആയിരിക്കും. നമ്മൾ ഇതിൽ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഇത് തുറന്നെടുക്കുക. തുറന്നെടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ, മുകളിലൊരു സ്റ്റിക്കറുണ്ട്, താഴെ ഒരു സ്റ്റിക്കറുണ്ട്. ഈ മുകളിലത്തെ സ്റ്റിക്കർ ആദ്യം ഊരിയെടുക്കാം, ഇളക്കിയെടുക്കാം. അടിയത്തെ സ്റ്റിക്കറും പറിച്ചെടുക്കാം. അപ്പോൾ ഇതിന് എൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. പ്രിൻ്ററിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ എൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ എല്ലിൻ്റെ ഇതിൽ ഈ കറക്റ്റായിരിക്കും. നമ്മൾ ഒന്നും ക്ലിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കണ്ട് ഇറങ്ങിപ്പോവും. അതേപോലെ നമ്മളിവിടെ 6 ഇതേമാതിരിക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 6 എന്ന് എഴുതിയ ഒരു ഭാഗമുണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനുള്ളിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത്. ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യരുത്. ഇവിടെ ഒരു ഹെഡിൻ്റെ ഒരു കണക്ഷൻ പോയിൻ്റാണ്, ഇവിടെ ടച്ച് ചെയ്യരുത്, ടച്ച് ചെയ്യാൻ പാടില്ല. നേരെ ഇതിലേക്ക് ഇടും. ഇതിൽ ഇട്ടതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് ഇത് ജസ്റ്റ് ഒരു പ്രസ് ചെയ്തിട്ട്, ഇവിടെ അമർത്തൊന്നും വേണ്ട, അമർത്താതെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്ക് സൗണ്ട് കേൾക്കും. ഇതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ഇത് അമർത്തുക, അതേപോലെ ഇതും അമർത്തുക. അപ്പോൾ നമ്മൾ ഹെഡ് ഇട്ട് കഴിഞ്ഞു. ഇനി പ്രിൻ്ററിൽ ഇങ്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഇങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് മാറി ഒരിക്കലും ഒഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇങ്കിനൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഇങ്കിൻ്റെ ലോക്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരു ഗ്രേ കളർ ഇങ്കാണ്. ഈ പ്രിൻ്ററിൽ നമുക്ക് ഇവിടെ ഗ്രേ എന്നുള്ള ഒരു ഭാഗം കാണാം. ഇതിൽ ഒരു GY ഈ ഒരു ഭാഗത്ത് ഉള്ളതിലാണ് ഇത് നിറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഇതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ മഷിയും നമ്മൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത മഷി നമ്മൾ ഇതിൽ ഓരോന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റെഡ് കളറുണ്ട്. അപ്പോൾ റെഡ് കളറിൽ നമ്മൾ തുറക്കുക, ഇതിൽ നിന്ന് റെഡ് കളർ എടുക്കുക. ഈ റെഡ് കളറ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഉണ്ടാവും, റെഡാണ്, 6 എഴുതിയിട്ടുണ്ടാവും. ഇത് തുറന്നിട്ട് ഇതിൽ ജസ്റ്റ് കമിഴ്ത്തിയ മഷി പോവില്ല. ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് മഷി ഇറങ്ങി പോവുള്ളൂ. അപ്പോൾ മഷി ലോഡായി കഴിഞ്ഞാൽ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. അങ്ങനെ ഓരോ മഷിയും ഒന്ന് ഇടവിട്ടിട്ട് ഫുള്ള് മഷി നിറക്കുക. ആദ്യം 1 മിനിറ്റിനുള്ളിൽ മഷി ഫുള്ളായി നിറയും. അതിന് ശേഷം അടുത്ത മഷി ഇതേമാതിരിക്ക് വെച്ചിട്ട് വീണ്ടും നിറയ്ക്കുന്നു. നമ്മൾ ഈ ഗ്രേ കളർ നമ്മൾ ആദ്യം വെച്ചതാണ്. അപ്പോൾ അത് മുഴുവൻ മഷി ഫുള്ളായിട്ടുണ്ട്. ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ഒരു ബ്ലാക്ക് കളർ കാണാം. ഇത് തീരെ മഷി ഇല്ലാത്തതാണ്, ഇത് ഫുള്ളായതാണ്. അപ്പോൾ നമ്മൾ അടുത്ത മഷി നിറയ്ക്കുന്നുണ്ട്. ഇത് മഷി ഇനി നമ്മൾ നിറക്കുന്ന സമയത്ത്, അതായത് രണ്ടാമത് മഷിക്ക് മേടിക്കുമ്പോൾ ഇതിൽ നമ്മൾ മഷി ഒഴിക്കുന്നു. അപ്പോൾ ഇതിൽ ഓൾറെഡി മഷി ഉണ്ടാവുമ്പോൾ ബാലൻസ് മഷി ഇതിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, മഷി താഴോട്ട് പോവില്ല. ചില പ്രിൻ്ററിൽ മഷി നമ്മളിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ താഴോട്ട് പോവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതിൽ നമ്മൾ അങ്ങനെ പോവില്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മഷി ഉള്ളിലേക്ക് പോവുള്ളൂ. ഇതിലിപ്പോൾ മഷി നിറച്ച എല്ലാ ടോപ്പും ഇതേപോലെ താഴ്ത്തിയതിന് ശേഷം ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലോക്കായിരിക്കും. അപ്പോൾ എല്ലാ മഷിയും ലോഡാക്കിയിട്ടുണ്ട്. മൊത്തം 6 കളറുണ്ട്. ഇവിടെ ഗ്രേ കളറ്, ബ്ലാക്ക് കളറ്, റെഡ് കളറ് വരുന്നുണ്ട്, സിയാന്, ഇത് മെജന്ത കളറ്, യെല്ലോ കളറ്, ഇങ്ങനെ 6 കളറുകളാണ് ടോട്ടൽ വരുന്നത്. എല്ലാ മഷിയും ഇതിലേക്ക് ലോഡാക്കിയിട്ടുണ്ട്. നമ്മളിത് പൊക്കുന്ന സമയത്ത് ഇതിവിടെ ലോക്കായിട്ടിരിക്കും. ഇത് ലോക്ക് പോവാൻ ഒന്നും കൂടി പൊന്തിച്ചിട്ട് താഴോട്ടാക്കിയാൽ മതി. അതായത് ഇത് പൊക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അവിടെ ലോക്കായിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടി പൊക്കിയതിന് ശേഷം മാത്രം ജസ്റ്റ് പ്രസ് ചെയ്ത് താഴോട്ട് ഓട്ടോമാറ്റിക് താഴോട്ട് വരും.
ഇനി നമുക്ക് പവർ പ്ലഗ് കണക്ട് ചെയ്തിട്ട് ഓണാക്കാം. ഇതിൻ്റെ കൂടെ ഇതേപോലെ പവർ പ്ലഗ് വന്നിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ പവർ കേബിൾ. ഇത് ഇവിടെ കറണ്ടിൽ ആദ്യം കൊടുക്കുക. കറണ്ടിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബട്ടൺ വരുന്ന ഭാഗം, അതായത് പ്രിൻ്ററിൽ ഈ ബട്ടൺ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ പുറകു വശത്തായിട്ട് താഴെ നമുക്കിവിടെ പവർ ബട്ടൻ്റെ സോക്കറ്റ് കാണാം. ഇതിലാണ് നമ്മൾ പവർ ബട്ടൺ കൊടുക്കേണ്ടത്. പവർ പ്ലഗ് ഈ ഒരു സോക്കറ്റിലാണ് പവർ പ്ലഗ് കൊടുക്കേണ്ടത്. ഇതിലേക്ക് പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. ആദ്യം തന്നെ സ്വിച്ച് ഓൺ ചെയ്യരുത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മളിവിടെ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. പ്രിൻ്റർ ഓണായിട്ട് ഇതിൽ കാനോൺ എന്ന് എഴുതി കാണിക്കും. ഇനിയൊരു സെറ്റപ്പ് ചെയ്യാനുണ്ട് ഇതിൽ. നമ്മൾ പവർ കൊടുത്തതിന് ശേഷം പവർ ബട്ടൺ ഞെക്കുക. അപ്പോൾ കാനോൺ എന്ന് എഴുതി കാണിക്കും. ശേഷം ഇതിൽ ഒരു ഓക്കെ അടിക്കാൻ വരും, ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻസൊക്കെ. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് എന്നുള്ളത് ഇംഗ്ലീഷാണ്. ഇത് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൽ സെറ്റ് ടു ഇംഗ്ലീഷ് സെറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ ഇവിടെ സെലക്ഷൻ ഉള്ളത് ഇങ്ങോട്ട് ചാടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് വരും. അതിൽ ഓക്കെ അടിക്കുക. അപ്പോൾ ഇതിലെല്ലാം മഷി നിറച്ചിട്ടുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത്. ഇതിൽ നോൺ അടിച്ചാൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. 2 A4 പേപ്പർ ഇതിൽ ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത്, ഇതിൻ്റെ പുറകിലൊരു ട്രേ ഉണ്ട്. ഈ ട്രേ നമ്മൾ എന്ത് ചെയ്യുക, പൊക്കിയതിന് ശേഷം ഈ ട്രേ കാണാം, ഇത് പൊക്കുക. പൊക്കിയിട്ട് പുറകിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പുറകിലേക്ക് ചിരിക്കുക. ശേഷം ഈ ഒരു ട്രേ നമുക്ക് ഇത് രണ്ടും ഒരൊറ്റ ഇതിലാണ് വരുന്നത്. ഒരെണ്ണം നീക്കിയാൽ തന്നെ മറ്റത് നീങ്ങും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നീക്കുക. അതിന് ശേഷം A4 പേപ്പർ ഇതുപോലെ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ സൈഡിൽ അത് അഡ്ജസ്റ്റ് ആവും. ശേഷം നമ്മൾ ഇതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കും ഇനി എത്ര സമയമുണ്ട് ഇത് മുന്നോട്ട് പോകാനെന്നുള്ളത്. ഏകദേശം 9 മിനിറ്റാണ് നമുക്ക് ഒരു സെറ്റിങ്സിന് വേണ്ടിയിട്ട് വരിക. 9 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പേപ്പർ പ്രിൻ്റ് ചെയ്ത് പുറത്തേക്ക് വരും. വെയിറ്റ് ചെയ്യുക. ഇതുപോലുള്ള 2 പേജ് പ്രിൻ്റ് വരും. ഇത് ഒരു പേജാണ്. ഇനി ഒരു പേജും കൂടി പ്രിൻ്റ് വരാനുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം സമയം പിടിക്കും അത് പ്രിൻ്റ് ചെയ്ത് വരാൻ. ഇതുപോലെ ഇതിൻ്റെ അലൈൻമെൻ്റാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, പ്രിൻ്റ് വരില്ല. പക്ഷേ ഇത് നമ്മളിപ്പോൾ സെൻസർ ബ്ലോക്ക് ആക്കിയിട്ട് ഓപ്പൺ ആക്കി വെച്ചതാണ്. ഇതേപോലെ ഓരോ വരികൾ പ്രിൻ്റ് ചെയ്തിട്ട് അത് സെൻസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അതാണ് സമയം പിടിക്കുന്നത്. അത് വെയിറ്റ് ചെയ്യുക, അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്ഡേഷൻ ചെയ്യണമെന്ന് ചോദിക്കുന്നത്, അത് യെസ് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും പുതിയ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് കംപ്ലീറ്റ് അതിൽ ഓക്കെ അടിക്കുക. വീണ്ടും ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത്, നമുക്ക് ആദ്യം വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യാണ് വേണ്ടത്. വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഞെക്കേണ്ട ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടണാണ്, സെറ്റിങ്സ് ബട്ടൺ. അത് ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ സെറ്റപ്പ് മോഡ് എന്ന് വരും. ഹോൾഡ്, അതായത് വേറെ ഒന്നും ഞെക്കേണ്ട, വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ സെറ്റപ്പിലേക്ക് വരും. ഇനി ഓക്കെ എന്നുള്ളതാണ് ആദ്യം പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വൈഫൈ സെറ്റപ്പിൽ ECWL കണക്റ്റ് എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഒരു ആരോ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ മാനുവൽ കണക്റ്റ് എന്ന് വരും. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഈ മാനുവൽ കണക്റ്റിലാണ് നിലവിലുള്ള വൈഫൈകൾ സെർച്ച് ചെയ്യുക. സെർച്ചിങ് ഫോർ വയർലെസ് റൗട്ടർ. നമ്മൾ പരിസരത്തുള്ള വൈഫൈ റൗട്ടറുകളൊക്കെ ഇതിൽ സെർച്ച് ചെയ്തിട്ട് ഇതിൽ പേര് കാണിക്കും. ഇവിടുത്തെ വൈഫൈൻ്റെ പേര് ജിയോ ഫൈബർ എന്നാണോ? അപ്പോൾ ജിയോ ഫൈബറാണ്. ഇതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വേറെ വൈഫൈ ഒക്കെ അതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് വേണ്ട വൈഫൈ ഇതിൽ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മുകളിലേക്കും താഴോട്ടും വരും. ജിയോ ഫൈബർ എന്നാണ്. ഇതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ അടിക്കുക. വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ ചെറിയ അക്ഷരത്തിൽ A വന്നിട്ടുണ്ട്. പാസ്വേഡ് വരുന്നത്, ഇപ്പോൾ ഈ ഒരു വൈഫൈയുടെ പാസ്വേഡ് വരുന്നത് വലിയൊരു പാസ്വേഡാണ്. ഞാൻ അങ്ങനെ അടിക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ വരുന്നത് W വലിയ അക്ഷരത്തിലാണ്.
ചെറുതാണോ? ചെറിയ അക്ഷരത്തിലുള്ള WIE1O എന്നൊക്കെയാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ പാസ്വേഡ്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ അടിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏത് പാസ്വേഡ് നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ W ആണ് വേണ്ടത്. അപ്പോൾ A എന്നുള്ളത് ഇവിടെ ചെറിയ അക്ഷരത്തിൽ കാണാനുണ്ട്. ഇനി അത് W വരെ ഈ ബട്ടണോ ഞെക്കിയിട്ട് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ പുറകിലേക്ക് പോകും. അപ്പോൾ W വന്നു, ഇവിടെ നമ്മൾ ആ W വരുത്തണം. അതിന് ഓക്കെ എന്ന് പ്രസ് ചെയ്താൽ ഈ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്ത W ഇവിടെ വരും. അപ്പോൾ ഈ പാസ്വേഡിൻ്റെ ഫസ്റ്റത്തെ അക്ഷരമായി. രണ്ടാമത്തെ അക്ഷരം I എന്നുള്ളതാണ്. രണ്ടാമത്തെ അക്ഷരം. അപ്പോൾ ഇതിൽ I വരുന്ന വരെ നമ്മൾ ആരോ മാർക്കിൽ പ്രസ് ചെയ്യണം. I എന്നുള്ളതിന് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് I വരുന്ന വരെ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ I വന്നിട്ടുണ്ട്. I ഇവിടെ വന്നു. താഴെ വരാൻ ഓക്കെ അടിക്കുക. അപ്പോൾ I താഴെ വന്നു. ഇനി I കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം I കഴിഞ്ഞിട്ട് 1 എന്നാണ്. അപ്പോൾ 1 എന്ന് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം സെറ്റിങ്സ് അടിക്കുന്നുണ്ട്. അപ്പോൾ Iലാണ് കിടക്കുന്നത്. സെറ്റിങ്സ് വെക്കുമ്പോൾ A വലിയ അക്ഷരമായി. വീണ്ടും സെറ്റിങ്സ് വെക്കുമ്പോൾ 1 എന്ന് വന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാം? ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ 1 ഇവിടേക്ക് വന്നു. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും അടിച്ചു കൊടുക്കുക. അടുത്തത് O എന്നുള്ളതാണ്. വലിയ അക്ഷരത്തിലാണ് O എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടണ് സെറ്റിങ്സിൻ്റെ ബട്ടൺ വെക്കുമ്പോഴാണ് ഓരോ ബട്ടൺസ് മാറുന്നത്. അതിപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉണ്ടാവും ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് വരും. അപ്പോൾ ഈ ഡോട്ട് വരാൻ കാരണം അതിലാണ് @ കോമ, കുത്ത്, പുള്ളി, അങ്ങനെയുള്ള സ്മാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ചിഹ്നങ്ങളൊക്കെ വരുന്നതാണ്. നമുക്ക് A വലുതാണ് വരേണ്ടത്. അപ്പോൾ A വലുത് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്കുള്ള ബട്ടൺ ഞെക്കിയിട്ട് O വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബട്ടൺ ഞെക്കുക. ഓക്കെ അടിക്കുക. ഇനി നമുക്ക് അടുത്ത അക്ഷരം വരുന്നത് F ആണ്. ഇതിൽ FO എന്നുള്ളത് ചെറിയ അക്ഷരം. അപ്പോൾ നമുക്ക് F വരുന്നവരെ ഇതിൽ ആദ്യം F വരുത്താൻ സെറ്റിങ്സിൻ്റെ ബട്ടണാണ് നമുക്ക് ഞെക്കാനുള്ളത്. സെറ്റിങ്സ് ഞെക്കുമ്പോൾ 1 വന്നു. അത് 1 2 3 4 5 6 അങ്ങനത്തെ വരാനാണ്. വീണ്ടും ഞെക്കുക. അപ്പോൾ ചെറിയ അക്ഷരത്തിൽ A വന്നു. ഇനി അത് ആരോ മാർക്ക് വെച്ചിട്ട് F വരെ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. അല്ല, F വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അടിക്കുമ്പോൾ താഴെ വന്നു. അതിന് ശേഷം O എന്നുള്ളതാണ് പാസ്വേഡിൽ. അപ്പോൾ വീണ്ടും O വരാൻ ചെറിയ അക്ഷരത്തിലുള്ള O ആണ്. വീണ്ടും ഓക്കെ അടിക്കുക. ശേഷം H എന്നാണ് ഇതിൽ. HF9. അപ്പോൾ നമുക്ക് അടുത്തത് ഞെക്കാനുള്ളത് HO എന്ന് വരെ വന്നിട്ടുണ്ട്. ഈ H ആണ് വേണ്ടത്. ഇപ്പോൾ H ABCDEFGH ഓക്കെ. അതിന് ശേഷം F ആണ് വേണ്ടത്. സിമ്പിൾ പാസ്വേഡ് ആകുമ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഇത് ഒരു ടഫ് പാസ്വേഡാണ്. ടഫ് പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. F ശേഷം 9 എന്നാണ്. അപ്പോൾ ഈ സെറ്റിങ്സ് വീണ്ടും ഞെക്കണം. അപ്പോഴാണ് വലിയ അക്ഷരത്തിൽ അതേപോലെ നമ്പറുകളൊക്കെ വരിക. 1 വന്നതിന് ശേഷം സൈഡിലേക്ക് ഞെക്കുക. അപ്പോൾ 9 വരും. 9 വന്നാൽ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ആ 9 അവിടെ താഴേക്ക് വന്നു. D എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇത് ഞെക്കിയിട്ട് A ചെറുത് വന്നു. D വന്നു. പിന്നെ EENG ഇതിൽ ലാസ്റ്റ് നമ്പർ 0 ആണ്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. 1 വന്നിട്ട് പുറകിലേക്ക് ഞെക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇത് കാണുന്ന സ്പേസാണ്. പിന്നെ 0 വരും. അതിൽ ഓക്കെ അടിക്കുക. ഇതെല്ലാം അടിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഹോൾഡ് ഓക്കെ ടു പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് ഞെക്കി പിടിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യണോ ചോദിക്കും. അപ്പോൾ ഇതിൽ കൈയ്യെടുക്കുക. വീണ്ടും ഒരു വട്ടം കൂടി ഞെക്കുക. അപ്പോൾ കണക്റ്റിംഗ് എന്ന് കാണിക്കും. നമ്മളിതിൽ കണക്റ്റഡ് ഇത് കാണിക്കുന്നുണ്ട്. വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രസ് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇതിൽ വൈഫൈ കാണിക്കും. ഇവിടെ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈഫൈ റെഡിയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ബട്ടൺസ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കോപ്പി ചെയ്യാനുള്ള മോഡിലേക്ക് മാറ്റുന്നതാണ് ഈ ബട്ടൺ. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കോപ്പി മോഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. ഇതതിൻ്റെ സെറ്റിങ്സുകളാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ
നമ്മളൊരു പേപ്പർ A4 പേപ്പർ ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രിൻ്ററിൽ എന്ത് ചെയ്യുക, അവിടെ A4 പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലാക്ക് ഞെക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി വരും. അതേപോലെ തന്നെ ഇതിൽ കളർ ഞെക്കണമെന്നുണ്ടെങ്കിൽ കളറിൽ ഞെക്കാം. ഇവിടെ നമ്പറുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. 1 എന്നുള്ള നമ്പറാണ്, ഇവിടെ 2, 3, 4 ഒക്കെ കൊടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ഇതിൽ സ്റ്റാർട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ കളറിൽ 5 പേജ് വരും. കാരണം ഇവിടെ 5 എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ വെച്ച സംഭവങ്ങൾ അതിൽ വരും. അപ്പോൾ നമുക്ക് ഇതിൽ പേപ്പർ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പേപ്പർ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു നീല കളറുള്ള പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം നമ്മൾ ആദ്യം ഇങ്ങോട്ട് കുറച്ച് ഗ്യാപ്പിൽ വെക്കണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സൈഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മറ്റേ സൈഡ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവും. ഇത് ഇങ്ങനെ ആക്കുക. ഇപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ ഇത് ഇവിടെ പൊക്കുക. പൊക്കിയതിന് ശേഷം നമ്മൾ പേപ്പർ വെക്കുമ്പോൾ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു മൂലയിലേക്ക് അടുപ്പിച്ച് വെക്കുക. ഈ മൂലയിലേക്ക് അടുപ്പിച്ച് വെക്കരുത്. കാരണം ഇവിടെ A4 എന്നുള്ളൊരു ഭാഗമുണ്ട്. A4ൻ്റെ താഴോട്ട് ഈ ഒരു ഭാഗം സ്കാനിങ്ങിൽ വരില്ല. നമ്മളത് ഒഴിവാക്കും. അത് ലെറ്റർ എന്നുള്ള സൈസ് ആകുമ്പോൾ ഇത്ര വരും, A4 സൈസ് ആകുമ്പോൾ ഇത്ര വരും. അത് സ്കാൻ ചെയ്യുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോഴൊക്കെ A4ലാണ് നമുക്ക് എപ്പോഴും വരിക. അപ്പോൾ എപ്പോഴും ആരോ മാർക്ക് ഇതിൽ കറക്റ്റാക്കി വെക്കുമ്പോൾ A4 കറക്റ്റായിരിക്കും വരുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മളൊരു PVC കാർഡ് പ്രിൻ്റ് ചെയ്തതാണ്, ID കാർഡ്, പ്രിൻ്റർ വേൾഡിൻ്റെ ഒരു ID കാർഡ് പ്രിൻ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതൊരു ID കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിലാണ് നമ്മളിപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്ററിലൊരു ലൈൻ ഉണ്ട്. ഈ ലൈനിന് കറക്റ്റ് സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യാം വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അതിനെ കറക്റ്റ് സെൻറ്ററാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ സെറ്റിങ്സിൽ മെനു എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും സ്ക്രീനിൽ. ആ സ്പെഷ്യൽ കോപ്പിയിൽ ഓക്കെ അടിച്ചിട്ട് വീണ്ടും സൈഡിലേക്കുള്ള ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ID കാർഡ് കോപ്പി എന്ന് കാണാം, അതിൽ ഓക്കെ പ്രസ് ചെയ്യുക. ഒരു കോപ്പിയാണ് വേണ്ടത്. ഇതിൽ ഒരെണ്ണം ഉള്ളത്, 2, 3 വേണമെങ്കിൽ ഇതിന് 2 എന്നൊക്കെ ഞെക്കി കഴിഞ്ഞാൽ 2 എണ്ണം വരും. ഒരെണ്ണം എടുക്കുന്നുള്ളൂ. കളറിലാണ് എടുക്കുന്നത്, അപ്പോൾ കളർ നിൽക്കാം. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് നിൽക്കാം, കളറാണെങ്കിൽ കളർ നിൽക്കാം. ഇതിൽ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം സ്കാൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വെച്ച കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്കാൻ ആവും. അപ്പോൾ ഇത് തിരിച്ചു വെക്കാനുള്ള വിൻഡോ ഇതേ സ്ക്രീനിൽ തന്നെ വരും. അപ്പോൾ ഈ 2 ഭാഗം കൂടി ഒരു പേജിൽ പ്രിൻ്റ് വരും. അതാണ് ID കാർഡ് കോപ്പീൻ്റെ പ്രത്യേകത. നമ്മൾ ഓക്കെ സ്കാൻ ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഭാഗം സ്കാനാക്കി തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെക്കുക. എങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചിട്ട് കുഴപ്പമില്ല, നമുക്ക് അതേ ഭാഗത്ത് തന്നെ വെച്ചാൽ കറക്റ്റ് ആ പേപ്പറിൽ വൃത്തിയിൽ കിട്ടും. ഇവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്താൽ മതി. ആ പുറകുവശം ഇതേപോലെ നേരത്തെ സ്കാൻ ചെയ്ത പോലെ സ്കാനാവും. അതിന് ശേഷം ഈ പേപ്പർ എടുത്തിട്ട് കളറിൽ ഫോട്ടോസ്റ്റാറ്റ് വരും. പേപ്പർ എടുത്തിട്ടുണ്ട്. ഇവിടെ പേപ്പർ വന്ന് നിൽക്കാനുള്ള ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇത് ഇവിടെ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഇവിടെ വന്ന് ഫോൾഡ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ പേപ്പർ താഴോട്ട് പോകും. അപ്പോൾ ഇതെപ്പോഴും തുറന്ന് വെക്കുക പേപ്പർ, വലിയ പേപ്പറൊക്കെ പ്രിൻ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്, താഴത്തെ ഭാഗം ഇതിലും വരും. ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു റേഷൻ കാർഡാണിത്. ഇത് പ്രിൻ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതാണ്. നമ്മളിതിൽ Ctrl+P കൊടുത്തിട്ട് ശേഷം Ctrl+P കൊടുത്തു. ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ സെലക്ട് ചെയ്തു. പ്രിൻ്റർ സെറ്റിങ്സ് പോയിട്ട് ഇവിടെ PVC കാർഡ് ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചു. ഇവിടെ പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് കൊടുത്തപ്പോൾ അതിൽ കാർഡ് വെച്ചിട്ടില്ല. നമ്മൾ പ്രിൻ്ററിൽ കാർഡ് വെച്ചിട്ടില്ല. കാർഡ് വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു ഓറഞ്ച് ലൈറ്റ് ആദ്യം കത്തി നിൽക്കും. അതേമാതിരിക്ക് ഇതിൽ ഒരു സപ്പോർട്ട് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ വരും. 1070 എന്നായിരിക്കും ആ നമ്പർ വരിക. ശരി, ഈ 1070 എന്ന് പറഞ്ഞ നമ്പറിന് കാരണം ഇതിൽ പേപ്പർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കാർഡ് ഇതിൽ വെക്കണം. അപ്പോൾ ഈ ട്രേ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് സെൻറ്ററിലാക്കുക. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് സ്പേസ് ഇടുക. കാരണം ഒരു കാർഡ് ലൂസായിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാൻ പാകത്തിന് ഇങ്ങനെ കാർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ട്രേ കറക്റ്റ് ടൈറ്റാക്കി വെക്കുക. നല്ല ടൈറ്റ് ആക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ടൈറ്റാക്കി അതിൻ്റെ മുകളിൽ നിൽക്കും. അതിന് ശേഷം നമ്മളിവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഈ കാർഡ് ഇവിടുന്ന് വലിക്കുന്നത് കാണാം. അല്ല, കാർഡ് എടുത്തു. ഇനി 40 സെക്കൻഡിനുള്ളിൽ നമ്മൾ കാർഡ് പുറത്തേക്ക് വരും. അപ്പോൾ കാർഡ് നമ്മൾ പ്രിൻ്ററിൽ പ്രിൻ്റ് കൊടുത്തു. അതിൽ ഒരു സൈഡ് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് തിരിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വന്നു, ഇത് തിരിച്ചു വെക്കണം നേരെ ഇങ്ങനെ. അതായത് ഈ ഒരു പൊസിഷനിൽ ആണ് കാർഡ് വന്നിട്ടുള്ളത് താഴെ. അപ്പോൾ നമ്മളിവിടെ വെച്ചു. നമ്മൾ ഇവിടെ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ മാത്രം മറിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. നേരെ എന്ത് ചെയ്തു,
തിരിച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ അവിടുന്ന് പ്രിൻ്റ് കൊടുത്തതുകൊണ്ട് വീണ്ടും ഇതിൽ നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പ്രിൻ്റ് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് എടുത്തു പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ കാർഡ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പ്രിൻ്റ് വരില്ല. ഇത് ഞങ്ങളിവിടെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു പ്രിൻ്റർ ആയതുകൊണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. പ്രിൻ്റർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കവർ ഓപ്പൺ എന്ന് കാണിക്കും, പ്രിൻ്റ് വരില്ല. ഇങ്ങനെ പ്രിൻ്റ് വരും. ഇവിടെ താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേ ഡിസൈൻ തന്നെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും വന്നിട്ടുണ്ട്. ഒരേ ഡിസൈൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെച്ച് കറക്റ്റ് ആയതുകൊണ്ട് ഇത് തിരിച്ചും മറിച്ചും ഒരേ ഡിസൈൻ ഒരേ പൊസിഷൻ തന്നെ വന്നിട്ടുണ്ട്. തിരിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ വ്യത്യാസമായിട്ട് വരുന്നത്. പ്രിൻ്ററിൽ പുതിയ ഒരു കാർഡോ പേപ്പറോ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിലൊരു കാർഡ് വെക്കുന്നുണ്ട്. കാർഡ് വെക്കുമ്പോൾ തന്നെ ഇതിലൊരു വിൻഡോ വരും. അതായത് സേവ് റിയർ ട്രേ പേപ്പർ ഇൻഫോർമേഷൻ ഓക്കെ നെക്സ്റ്റ് എന്ന് അടിക്കാൻ. അപ്പോൾ ഓക്കെ അടിച്ചിട്ട് ഇവിടെ പേപ്പർ സൈസ് A4 പ്ലെയിൻ പേപ്പർ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഈ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഒരു പ്രാവശ്യം ഞെക്കുക. അപ്പോൾ സെറ്റപ്പ് മോഡ് എന്നുള്ളത് വരും. ശേഷം സൈഡിലേക്ക് ഞെക്കുക. അപ്പോൾ ഇതിൽ ഫീഡ് സെറ്റിങ്സ് കാണാം. അതിൽ ഓക്കെ പ്രസ് ചെയ്യുക. സേവ് പേപ്പർ ഇൻഫോ എന്നുള്ളതിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിക്റ്റേറ്റ് പേപ്പർ മിസ്മാച്ച് അതിൽ ഓക്കെ അടിച്ചിട്ട് അത് ഓഫാക്കി വെക്കാം. അതേമാതിരി ഡിറ്റക്റ്റ് ഇൻസറേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതിലും ഓക്കെ അടിച്ചത് അതും ഓഫാക്കി വെക്കുക. ഇത് രണ്ടും ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ കോപ്പി മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ പേപ്പറൊന്നുമില്ല, പുതിയ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാർഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ സെറ്റിങ്സുകളൊന്നും വരില്ല. അതായത് അതിൽ സെലക്ഷൻ ചെയ്യാൻ വരില്ല. ഇത് മാറിപ്പോകുമ്പോൾ പല സെറ്റിങ്സുകളും വ്യത്യാസം വരും. അപ്പോൾ ഇത് ഓഫാക്കി പ്രിൻ്റർ ഫസ്റ്റ് തന്നെ ഓഫാക്കി ഇടുന്നത് നല്ലതാണ് ഈ ഓരോ ഓപ്ഷന്. അപ്പോൾ ഇത് ലാമിനേഷൻ പൗച്ച് വരുന്നത് ഈ PVC കാർഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സാധാരണ ലാമിനേഷൻ പൗച്ച് പോലെയല്ല. ഇത് നമ്മളിത് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കില്ല. ഇത് രണ്ടും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെ സെപ്പറേറ്റാണ് വരിക. പക്ഷേ ഇതിന്ന് എടുക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇത് ലാമിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഈ ഭാഗം ഒരു തിളക്കുണ്ടാവും, നമ്മൾ ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അതൊരു മാറ്റ് ഭാഗമാണ്. ഉള്ളിൽ കണ്ടോ ഒരു റിഫ്ലക്ഷൻ ഇല്ല, മാറ്റ് ഭാഗം. പുറത്തുള്ളത് റിഫ്ലക്ഷൻ ഉള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരള്ള ഭാഗത്ത് നമ്മൾ മാറ്റ് ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാറ്റ് ഭാഗം ഇതിന് പുറത്ത് വെക്കുക. അപ്പോൾ അതായത് ഇതിന് ഇവിടെയും റിഫ്ലക്ഷൻ ഉള്ള ഭാഗമായിരിക്കും, പുറകിലും റിഫ്ലക്ഷൻ ഉള്ള ഭാഗമായിരിക്കും. എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു പരന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ സൈഡും ഈ മുകളിലും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിരിക്കും. 4 മൂലയിലും കറക്റ്റ് ആയിരിക്കും. ഇത് കാരണവശാലും ഇത് തല തിരിച്ച് വെക്കരുത്. ഇനി ലാമിനേഷൻ മെഷീനിൽ വെക്കുന്നത് കാണിച്ചു തരാം. ലാമിനേഷൻ മെഷീനിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 130 ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ചിലതിൽ 150 സെറ്റ് ചെയ്യേണ്ടി വരും, ചിലത് 160 സെറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഒരു വട്ടം ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പേപ്പർ വേണം ഇതൊക്കെ ഉണ്ടോ, പേപ്പറിൽ എടുക്കാം. അതായത് ഇത് നമുക്ക് 2 രീതിയിൽ ലാമിനേഷൻ ചെയ്യാം. ഇപ്പോൾ ഇത് 160 അല്ലെങ്കിൽ 130 ഇട്ടിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഈ കാർഡ് നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ കുറച്ച് ചെരിച്ചിട്ട്, ഫുള്ള് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല, കുറച്ച് ഒരു ചെരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോവും. ഇപ്പോൾ ലാമിനേഷനായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ലാമിനേഷൻ മെഷീനൊക്കെ പഴയതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതാണെങ്കിൽ പൊടിയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ പൊടി ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ സാധാ പേപ്പറൊക്കെ എന്ത് ചെയ്യാം, മടക്കിയിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ലാമിനേഷൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത്ര വലിയ പേപ്പറിൻ്റെ ആവശ്യമില്ല കാർഡിന് വേണ്ടിയിട്ട്, ചെറിയ പേപ്പറിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു കാർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാർഡ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇതിനുള്ളിലേക്ക് ഓപ്പണാക്കി ഇതിനുള്ളിലേക്ക് വെച്ചു, ടാപ്പ് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്തു. ഇനി നേരെ ഇതൊരു പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു A4 പേപ്പറിൻ്റെ പകുതി ആക്കിയിട്ട് ആ പകുതി വീണ്ടും ഒന്ന് മടക്കിയതാണ്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കണം. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ കൈ എടുക്കാൻ പാടുള്ളൂ, എങ്കിലേ ഇത് നീങ്ങാതിരിക്കുള്ളൂ. അതിന് ശേഷം ജസ്റ്റ് നമ്മൾ നേരത്തെ ചെരിച്ച് വെച്ചു, ഇപ്പോൾ ചെരിച്ച് വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാ പോലെ വെച്ച് കൊടുത്താൽ മതി. അത് ഇതിൻ്റെ ഉള്ളിലത്തെ പൊടി, ചളി, മണ്ണ് അതൊന്നും ഇതിന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നേരത്തെ 130 ചെയ്താൽ അങ്ങനെയാണ്. ഇങ്ങനെ പേപ്പർ വെക്കുന്നുണ്ടെങ്കിൽ 150 ഡിഗ്രിയിൽ
ടെമ്പറേച്ചർ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചിലപ്പം പ്രസ്സായി വരില്ല. അപ്പോൾ 2 പ്രാവശ്യം പ്രസ് ആയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഒരു മങ്ങലുണ്ട്, അപ്പോൾ ഒന്നും കൂടി ഇട്ടിട്ട് അതേ സമയത്ത് തന്നെ ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരു 20-30 ഡിഗ്രി കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2 പ്രാവശ്യം ഒരേ സമയം ഇട്ടുകൊണ്ട് റെഡി ആയിട്ടുണ്ടാവും. നല്ല ക്ലിയർ ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ട്. ഇതിന് QR കോഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.